ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ കാടമുട്ട മസാലയാണ് കേട്ടോ. അപ്പോൾ ഈ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയാൽ നമ്മളൊക്കെ തിന്നുന്ന കാടമുട്ട മസാല അതാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞാനിതാ കുറച്ച് കാടമുട്ട അവിടെ എടുത്ത് വെച്ചാണ് കേട്ടോ. ഇപ്പോൾ ഒരു 10-12 ഉണ്ട് കേട്ടോ അത്. അപ്പോൾ ഇതൊന്ന് പുഴുങ്ങിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പുഴുങ്ങുന്നതിൽ കുറച്ച് കല്ലുപ്പ് ഇടുന്നുണ്ട് കേട്ടോ. അതെന്തിനാ വെച്ചാൽ കാടമുട്ട പെട്ടെന്ന് തൊലിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്, തൊലി പെട്ടെന്ന് പോരാൻ വേണ്ടിയിട്ടിട്ട് കേട്ടോ. കല്ലുപ്പിട്ടാൽ വേഗം കിട്ടും കേട്ടോ. അപ്പം കാടമുട്ടൊക്കെ പുഴുങ്ങി ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് തീയൊന്ന് കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു സ്പൂണ് മുളകും പൊടി, അതുപോലെ ഒരു സ്പൂണ് ചിക്കൻ മസാല, പിന്നെ കുറച്ച് വലിയ ജീരകം പൊടിച്ചതുമാണ് കേട്ടോ ഇടുന്നത്. പിന്നെ ഇത്തിരി കറിവേപ്പിലയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. അതിൻ്റെ വേറെ ടേസ്റ്റ് ആയിക്കോട്ടെ. പിന്നെ അപ്പോൾ ഇതൊന്ന് മണം മാറി വരുന്ന സമയത്ത് നമുക്ക് കാടമുട്ട ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് ചെറിയ തീയിലിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. കുറേ നേരം അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്. അപ്പം കാടമുട്ട ഒന്ന് ആടായി പോട്ടോ. അപ്പം തിന്നാൽ അതിൻ്റെ തൊലിയൊക്കെ നല്ല ഉറപ്പായി പോട്ടോ. അപ്പോൾ ഇതൊന്ന് മസാലയായിട്ട് ചേർന്ന് വരുന്ന ടൈമിന് തന്നെ നമുക്കൊന്ന് തീ ഓഫാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ കാടമുട്ട മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.